അടുത്ത വിഷയം എന്ന് പറയുന്നത് ഏതാനും കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മളൊരു വാർത്ത ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അമേരിക്കയിൽ വലിയ കൊടിയ എന്താണ് വൈൽഡ് ഫയർ കാട്ടുതീ പടരുന്നു, അത് വലിയ പ്രശ്നമാക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഒരുപാട് ആളുകൾ മരിക്കുന്നു, അമേരിക്ക കഷ്ടപ്പെടുന്നു, ഹോളിവുഡ് ഹിൽസൊക്കെ നിന്ന് കത്തുന്നു, അതാകുന്നു ഇതാകുന്നു പറഞ്ഞങ്ങ് തള്ളി മറിക്കുകയായിരുന്നു. അതിൽ ചില നമ്മളുടെ കാക്കാമാരുടെയൊക്കെ നിലവിളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടില്ലേ അമേരിക്ക ലോകശക്തികൾ ഒന്നുമല്ലാതെയായി, അമേരിക്കയ്ക്ക് പടച്ചോൻ കൊടുത്ത പണി, ഗാസയിൽ ഇടപെട്ടപ്പോൾ അമേരിക്ക ഇസ്രായേലിനോടൊപ്പം നിന്നതിന് അള്ളാഹു കൊടുത്ത പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അങ്ങ് വെച്ച് കീച്ചായിരുന്നു. ആ കീച്ച കൂട്ടത്തിലൊരു വലിയ മഹാനൊക്കെ ഉണ്ടായിരുന്നു. ആ മഹാൻ്റെ ചിത്രം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, അപ്പോൾ ആളെ മനസ്സിലായി. ഞാൻ ആ വീഡിയോ തപ്പിയിട്ട് കിട്ടിയില്ല. ഏതായാലും ചെയ്ത് കൂട്ടിയതിൻ്റെ ഫലം കത്തിച്ചാമ്പുന്ന അമേരിക്ക, ചാമ്പലാകുന്ന അമേരിക്ക എന്നൊക്കെ പറഞ്ഞ് നാണം കെട്ട് ഡൊണാൾഡ് ട്രംപ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങി. അവിടെ അംഗം വെട്ടും അവിടെയുള്ള ആഘോഷം ആയിരുന്നു. അതിലേറ്റവും മുന്നിൽ നിന്നിരുന്ന ചങ്ങാതിയായിരുന്നു ഈ പറയുന്ന സാബി ഇൻസ്പയർസ് എന്ന് പറഞ്ഞിട്ട് ഒരു വേട്ടാവിളി. ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ വലിയ കാര്യം പറയണ പോലെയൊക്കെയാണ് തോന്നുന്നത്. ഇതിൽ ഈ സംഗതി, ഈ അമേരിക്കയിൽ നടക്കുന്ന ഈ ഒരു തീപിടുത്തത്തെ വെച്ചുകൊണ്ട് ഇവിടെ നടന്നിട്ടുള്ള അശ്ലീലം പറച്ചിലിൽ 1ാം റാങ്ക് കൊടുക്കുന്ന ഒരാൾ വേണമെന്നുണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാം. അതിരിയുള്ള ഇതുപോലുള്ള തെണ്ടിത്തരാണ് പുള്ളി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് പച്ചയായിട്ട് മതം കലർത്തിക്കൊണ്ട് ഇത് അള്ളാഹു കൊടുത്ത ശിക്ഷയാണെന്നൊക്കെ കറക്റ്റ് അങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. കണ്ടില്ലേ ഇത് എന്തൊക്കെയാണ് കാണുന്നത്, കണ്ടില്ലേ എന്തായിരുന്നു അവരുടെ നെകളിപ്പ്, ഇപ്പോൾ കണ്ടില്ലേ അമേരിക്കയിൽ നിന്ന് കത്തുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പറയുമ്പോണ്ടല്ലോ കാക്കന്മാർ മറ്റേ ആ സാധനം ഉണ്ടല്ലോ നമ്മൾ അറബി മൂളിച്ച് അതും കൂടി അങ്ങോട്ട് ഇട്ടിട്ടാണ് പറയുക. അപ്പോൾ അത് ആ സാധനം അങ്ങോട്ട് വരുമ്പോൾ കയ്യിൽ നിന്ന് അങ്ങോട്ട് നിൽക്കില്ല. കണ്ടില്ലേ എത്ര മനോഹരമായി നിന്നിരുന്ന ആ എന്താണ് ഹോളിവുഡ് ഹിൽസാണ് അവിടെ നിന്ന് കത്തുന്നത്. നിങ്ങൾ എത്ര വലിയ രാജ്യമായാലും ശരി, അത് എത്ര വലിയ ശക്തിയാണെന്ന് പറഞ്ഞാലും ശരി, അള്ളാഹുവിൻ്റെ ആ അപാരമായ കഴിവിൻ്റെ മുന്നിൽ നിങ്ങൾ ഒന്നുമല്ല എന്ന് തെളിയിക്കുന്ന ഒരു അവസ്ഥയിലല്ലേ ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. കണ്ടില്ലേ നിങ്ങൾ അമേരിക്ക നിന്ന് കത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോണ്ടല്ലോ എൻ്റെ പൊന്നെ ഒരു വല്ലാത്ത എൻ്റെ പൊന്ന് സാറേ ഒന്നും കാണില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. ഇതാണ് അവസ്ഥ. പക്ഷേ ഇപ്പോഴത്തെ നമ്മൾ കേൾക്കുന്ന വാർത്ത, ഇതിൽ നമുക്ക് സന്തോഷമൊന്നുമില്ല. ഒറ്റ കാര്യം പറയാനുള്ളൂ, തീപിടുത്തവും ഇതുപോലുള്ള സാധനമൊക്കെ എവിടെ ഉണ്ടായാലും നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഈ തരം വിഷയങ്ങൾ വരുമ്പോൾ ഇത് മതം വളർത്താൻ വേണ്ടിയും അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാഴ്ച കാണുമ്പോഴാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ ആർക്കെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തൽക്കാലം അങ്ങോട്ട് മാറിക്കുക. നമ്മൾ പറയുന്നതിൻ്റെ ലക്ഷ്യം, ഉദ്ദേശം ഇതാണ്, റീസൺ, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇതാണ്. ഇതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അല്ലെങ്കിൽ ഇതൊരു വാർത്ത, ഇതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന വാർത്ത തന്നെയാണ്, ഒരു സംശയമില്ല. ഇവിടെ നമ്മൾ കാണുന്നു ഈ തുർക്കിയിൽ വൈൽഡ് ഫയർ ഉണ്ടാകുന്നു, 17 പേര് മരിച്ചു എന്നാണ് അറിയുന്നത്. അത് കെടുത്തിയതിൻ്റെ വാർത്തകളൊക്കെ വേറെ കേൾക്കുന്നുണ്ട്. എന്തായാലും ഒരു വലിയ തീപിടുത്തം തന്നെയാണ് ഉണ്ടായത്. പക്ഷേ നമ്മൾ മറ്റേത് കണ്ടു, ഹോളിവുഡ് ഹിൽസ് ഒന്നും കത്തിയിട്ടൊന്നുമില്ല. AI ഇമേജസ് എടുത്ത് വെച്ചിട്ടാണ് ഇവർ അവിടെ നെകളിപ്പ് കാണിച്ചിരുന്നത്. അമേരിക്ക കത്തിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഹോളിവുഡ് ഹിൽസ് കത്തുന്നതായിട്ട് അവിടെ എന്താണ് AI ജനറേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് അമേരിക്ക കത്തി ഇങ്ങനെ ചാമ്പലായിട്ട് കിടക്കുന്നതിൻ്റെയൊക്കെ ചിത്രമൊക്കെ വെച്ചിട്ട് ഈ അള്ളാഹുവിനെ വെളുപ്പിക്കാൻ, അള്ളാഹുവിനെ ഒന്ന് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കോയ സുഹൃത്തുക്കൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ സത്യത്തിൽ അവർക്കൊരു ബുറാക്കിൻ്റെ ഒരു എന്താണ് കുതിരപ്പവൻ എന്നൊക്കെ പറയുന്ന മാതിരി ഒരു ബുറാക്ക് പവൻ കൊടുക്കണം എന്നൊക്കെ തോന്നി. അവർക്കാണ് സത്യത്തിൽ അത് അർഹിക്കുന്നത്. അത്തരത്തിലുള്ള ആ ഒരു കഷ്ടപ്പാട് കാണുമ്പോൾ നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്ത് തന്നെ പറ്റുള്ളൂ. അവരുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇൻസ്പിറേഷൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അവരുടെ ആ കലാപരമായ മറ്റുള്ള സംഗതികൾക്കൊക്കെ കല ഒരു ഹറാമായിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിലും ഇമാതിരി സാധനങ്ങൾക്കൊക്കെ വേണ്ടി കല ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആ ഒരു ചേതോവികാരം അത് നമ്മൾ വരവ് വെക്കണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു തുർക്കിയിൽ ഇത് കത്തുന്നു. എൻ്റെ ഉറച്ച വിശ്വാസം എന്ന് പറയുന്നത്, നിങ്ങൾ പറഞ്ഞ അതേ അളവുകൾ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തുർക്കി എന്ന് പറയുന്ന രാജ്യം അവർ ചെയ്തു കൂട്ടിയിട്ടുള്ള തെണ്ടിത്തരങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഈ പറയുന്ന ഗാസൻ ജനതയെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഈ ഹമാസ്, അവിടെ ഇസ്രായേലിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെയുള്ള കുറേ 1200 ആളുകളെ കൊന്നു തള്ളിയ ആ ഹമാസ്, അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് നിന്ന് പിടിച്ചുകൊണ്ട് വന്ന 250ഓളം വരുന്ന ഹോസ്റ്റേജസ്, അവരിൽ ശവശരീരം വെച്ച് പോലും വില പേശുന്ന ഒരു രീതി. ഇപ്പോഴും 50ഓളം പേരെ അവിടെ ഹോസ്റ്റേഴ്സായിട്ട് വെച്ചിരിക്കുന്നു, ബന്ദികളാക്കി വെച്ചിരിക്കുക, അവരെ വെച്ചിട്ട് വില പേശുന്നു. ഇപ്പോഴും അവിടുത്തെ നാട്ടുകാർ നായിൻ്റെ മക്കളെ എന്ന് വിളിക്കുന്ന ആ ഹമാസ്, അറബി മൂളിച്ചൊരു കുറവുണ്ട്, ആ ഹമാസിനെ സപ്പോർട്ട് ചെയ്ത രാജ്യമാണ് നമ്മളുടെ തുർക്കി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള തുർക്കി, ആ തുർക്കിക്ക് ഒരു പണി കൊടുക്കണ്ടേ? ഏതെങ്കിലും ഒരു ദൈവം ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ഈ ഹമാസിനെ അറ്റാക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ എങ്ങനെയാണോ അള്ളാഹു ശിക്ഷിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞത്, അതേ അളവുപോലെ വെച്ചിട്ട് നമ്മളിവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേ തെണ്ടിത്തരങ്ങളൊക്കെ കാണിച്ച, വളരെ മോശപ്പെട്ട ആക്ടിവിറ്റീസ് കാണിച്ച് തീവ്രവാദി കൂട്ടമായിട്ടുള്ള ഹമാസിനോടൊപ്പം നിന്ന് ഈ തീവ്രവാദ രാഷ്ട്രമായ ഒരു തുർക്കി എന്ന് പറയുന്ന രാജ്യത്തെ ശിക്ഷിക്കാൻ ഇസ്രായേലിൻ്റെ ദൈവത്തിനും ഇച്ചിരി ഉളുപ്പൊക്കെ കാണൂലേ?
അതുകൊണ്ടായിരിക്കില്ലേ ഈ പറയുന്ന തുർക്കിയിൽ തീയിട്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാമല്ലോ. അവരേതായാലും നിങ്ങളുടെ അത്ര മാതിരി ഊളത്തരം പറയാത്ത ആളുകളായതുകൊണ്ട് അത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളങ്ങ് കൂട്ടുക, നിങ്ങളുടെ ഊളത്തരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നിങ്ങളവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം. അപ്പോൾ തുർക്കിയിൽ തീയിട്ടത് ആരാണ്? അത് 2 ദൈവങ്ങളാണ്. ഓക്കെ, ഒന്നാമത്തെ ദൈവം എന്ന് പറയുന്നത് യഹോവ. അത് നമ്മൾ ഇസ്രായേലിൻ്റെ ദൈവമാണ് അവിടെ പോയിട്ട് തീയിട്ടത്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ജനതയെ തട്ടിക്കൊണ്ടു പോകാനും ഇതുപോലെ ശവങ്ങളാക്കാനും അതുപോലെ അവരെ വെച്ച് ഇപ്പോഴും വില പേശുന്ന ആ തീവ്രവാദ രാഷ്ട്രത്തോട് കൂടെ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ഈ തുർക്കി. തീവ്രവാദത്തിന് എല്ലാ തരത്തിലുള്ള ഉപ്പും മുളകും തേച്ച് കൊടുക്കുന്ന പണി ചെയ്തു കൊടുക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി. ആ തുർക്കിക്ക് ഒരു പണി കൊടുക്കാൻ യഹോവ തീരുമാനിച്ചു. അതാണ് ഈ കത്തുന്നത്. ഇതാണ് ഒന്നാമത്തെ ദൈവം ചെയ്തത്. രണ്ടാമത്തെ ദൈവം എന്ന് പറയുന്നത് അത് നമ്മളുടെ ശിവനാണ്, നമ്മളെ മഹാദേവൻ, നമ്മളെ എന്താണ് പറയുക, ഈ സംഹാര ഒരു സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. എല്ലാം തീയിട്ട് ചാമ്പലാക്കും. ആ തൃക്കണ്ണ് തുറന്നാൽ എല്ലാം കത്തി ചാമ്പലാവെന്നൊക്കെ പണ്ട് പറയണത് കേട്ടിട്ടുണ്ടാവും സിനിമയിലൊക്കെ. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം എന്താണ്, ഈ തുർക്കി ചെയ്ത പണി എന്താണ്? നമ്മുടെ നാട്ടിൽ ഇവിടെ കയറി വന്നിട്ട് പഹൽഗാമിൽ ആ തീവ്രവാദികൾ മതം കലർത്തിയ ആ ഒരു തീവ്രവാദ ആക്രമണം നടത്തിയിട്ട് ആ ആക്രമണം നടത്തിയ പാകിസ്ഥാനോടൊപ്പം നിൽക്കുകയല്ലേ സത്യത്തിൽ തുർക്കി ചെയ്തത്. അങ്ങനെ നിന്ന് തുർക്കിക്ക് കൊടുത്തൊരു പണിയായിക്കൂടെ ഈ പറയുന്ന ഈ തീപിടുത്തം? നിങ്ങളുടെ അളവുകോലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്, എൻ്റെ പുതിയ അളവുകോലൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി സാധനങ്ങൾ പുറത്തേക്ക് എടുത്ത് വെക്കും, ഇത് തിരിച്ചും കിട്ടും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് നിങ്ങൾ നിൽക്കാതിരിക്കുക. അപ്പോൾ നിങ്ങളൊരു വിഷയത്തിൽ മതം ഇറക്കാൻ നിങ്ങൾ തുനിഞ്ഞാൽ അത് തിരിച്ചു കിട്ടുമ്പോഴും വാങ്ങിച്ചു വെക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ആ കൂടി ചെയ്യാനുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് നിൽക്കരുത് എന്നുള്ള ഒരു സംഗതി ഒരു വാർണിംഗ് ആയിട്ട് നിങ്ങൾ എടുക്കണം എന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വിഷയത്തെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഓർമ്മിച്ചേക്കുക, അന്ധഭയം ഇരിക്കട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ തൃക്കണ്ണ് തുറക്കുന്ന അവസ്ഥ വന്നാൽ അത് അള്ളാഹുവിന് മാത്രമല്ല തൃക്കണ്ണുള്ളത്, മുക്കാൽ കണ്ണുള്ളത്. അവിടെ നല്ല അസൽ തൃക്കണ്ണുള്ള ദൈവങ്ങൾ വേറെയുണ്ട്. അതും ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. നിങ്ങളുടെ അള്ളാഹുവിൻ്റെ മാതിരി മുക്കാലന്മാരല്ല ഈ ബാക്കി ദൈവങ്ങൾ എന്നുള്ളതാണ് ഒന്ന് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത് ഒരു അപ്ഡേറ്റ് ആയിട്ട് എടുക്കുക. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.